वेलकम टू जान स्टूडियो जहां हर कहानी है नेक्स्ट लेवल ഇതാണ് ജാൻ സ്റ്റുഡിയോ. ഹായ്, ദിസ് ഇസ് അനന്തു. ഐ ആം ടീം. നമ്മുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കരുവന്നൂരിലെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു വൈദ്യശാലയുടെ ഉടമസ്ഥനും വൈദ്യശാലയെ നടത്തുന്ന അതിന്റെ മുഖ്യ ആളുമാണ്. അദ്ദേഹത്തിന്റെ പേര് തോമസ് എന്നാണ്. നമ്മുടെ ഒരു അടുത്ത റിലേറ്റീവ് ആണ്, ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന് അദ്ദേഹം തന്നെ ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് പേര് തുടങ്ങി. എൻ്റെ പ്രൊഫഷണൽ പേര് തോമസ് ടി എസ് എന്നാണ്. പിന്നെ വൈദ്യ രംഗത്ത് അറിയപ്പെടുന്നത് അല്ലേസ് ചെറുമകൻ വൈദ്യൻ എന്നാണ്. വല്യപ്പന്റെ പേര് കൂടിയാണ്. പാരമ്പര്യ ചികിത്സ വിഭാഗത്തിൽപ്പെട്ടാണ് ഞങ്ങൾ. അങ്ങനെ അല്ലേസ് എന്ന് പറഞ്ഞാൽ അതെന്താ? അല്ലേസ് എന്ന് പറയുന്നത് എൻ്റെ വല്യപ്പന്റെ പേര്. അസ്ഥിയുടെ ചികിത്സയ്ക്ക് അദ്ദേഹം വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് അല്ലേസ്. അത് പണ്ട് കാലം പോലെ ഇപ്പം എന്റെ വല്യപ്പന്റെ അപ്പനും ഇതേ രംഗത്തുണ്ടായിരുന്നതാണ്. പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ പണ്ടത്തെ പാരമ്പര്യ വൈദ്യന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറവായിരുന്നു. നമുക്ക് മരുന്നറിയാം, ചികിത്സ അറിയാം. പക്ഷെ വിദ്യാഭ്യാസം മോഡേൺ പുതിയ രോഗങ്ങള്, പുതിയ ട്രീറ്റ്മെന്റ്, ഇതിനെക്കുറിച്ചൊന്നും അധികം ഗ്രാഹ്യമുള്ള ആളുകളല്ല അന്നത്തെ ആളുകൾ. മരുന്ന് ഔഷധ സസ്യങ്ങളെ കുറിച്ചും ഒക്കെ അറിയാം. പക്ഷെ ഈ കാലഘട്ടം മാറിയപ്പോൾ ടെക്നോളജി വളർന്നു. ആ രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പം പുതിയ തലമുറയിലേക്ക് വന്നപ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ നമ്മൾ പോയി പുതിയ അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു, പുതിയ മരുന്നുകളെ കുറിച്ച് പഠിച്ചു, മറ്റ് ചികിത്സാ രംഗത്ത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, ആശുപത്രി മുതലായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇതിലെന്താ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ മരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മരുന്ന് പരമാവധി കൊടുക്കുകയല്ല, നാഡീ മർമ്മ ചികിത്സയാണ്. നാഡീ മർമ്മ ചികിത്സയ്ക്ക് ഒരുപാട് ആയുർവേദ ആശുപത്രികളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും എവിടെയായാലും അവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഷായം, മറ്റു കഴിക്കാനുള്ള പെയിൻ കില്ലർ പോലുള്ള ഗുളികൾ. അപ്പം അലോപ്പതിയെ കഴിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പെയിൻ കില്ലറുകൾ ആയുർവേദക്കാർ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ ആയുർവേദത്തിനും വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ശരിക്കും ഇതിന്റെ സത്യസ്ഥിതി ആരോടും പറയാൻ നമുക്ക് പറ്റില്ല. ഇതിനകത്ത് ആയുർവേദ മരുന്നുകൾ ഓരോരുത്തരും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ എല്ലാ വേദന സംഹാരികൾ ഇഷ്ടം പോലെ വന്നു ചേരുന്നുണ്ട്. അത് കഴിക്കുന്ന ആളുകൾ പേഷ്യൻസ് ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിൽ ഒരാൾ ചെന്നാൽ അവരുടെ ആവശ്യം എന്താണ്, അവരുടെ വേദന പറയണം. വേദനയെ കുറിച്ച് അവർ ആദ്യം പറയണം. എനിക്ക് മുട്ടുവേദന, നടുവിന് വേദന, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ ആ വേദന കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ് ആദ്യം എല്ലാ സ്ഥാപനങ്ങളിലും ചെയ്യുന്നത്. അത് ആയുർവേദക്കാര് വളരെ കൂടുതലായിട്ട് ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വേദന കുറയ്ക്കുന്ന പരിപാടികൾ. നമ്മൾ അതിനൊന്നും അനുകൂലമായിട്ടുള്ളൊരു സമീപനമല്ല എൻ്റെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേദന കുറച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ പല എൻസൈമുകളും പ്രശ്നമുണ്ടാകും. അപ്പൊ നാഡീവ്യവസ്ഥയ്ക്ക് ധാരാളം സന്ധികൾക്ക് പ്രശ്നമുണ്ടാകും. അപ്പൊ ഈ ഇത്ര ഒരു മനുഷ്യ ശരീരത്തിന്റെ ഘടന അനുസരിച്ച് ഉള്ള ആ മനുഷ്യ ശരീരത്തെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് വേണം ഒരാൾ ഇത് ചെയ്യാൻ പറ്റും. അതിന് വലിയ ഡോക്ടറേറ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതെന്ന് വെച്ചാൽ ഇതില് പറഞ്ഞു ഇത് എന്റെ പാരമ്പര്യം തൊട്ട് ഇങ്ങനെ കൈമാറി വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പഠനങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും? ഇതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിന്റെ എക്സ്പീരിയൻസ് ആണ്. പാരമ്പര്യ വൈദ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ജനിക്കും പോലെ അവരുടെ കുടുംബത്തിലുണ്ടാവുക ഉള്ള ഒരു സംവിധാനമാണ്. കാരണന്മാരായിട്ടും മറ്റുള്ള ഗുരുക്കന്മാരായിട്ടും ഇതൊക്കെ കിട്ടുന്ന അറിവുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരം ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെളിച്ചു പറഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വരില്ല, പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. കാരണം ഇപ്പൊ ഒരു ഡോക്ടർ ഒരു 5 വർഷം ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്തു, 1 കോടി രൂപയ്ക്ക് എടുത്ത് കൊടുത്തു. അവർ ആ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അവർ പിന്നെ അവർക്ക് എവിടെ എക്സ്പീരിയൻസ് ഉണ്ട്
ആ എക്സ്പീരിയൻസിന് വേണ്ടി അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മറ്റെവിടെയും പോയി പ്രാക്ടീസ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെ കിട്ടുന്ന അറിവാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു ഡോക്ടർ ആയി പഠിച്ചിറങ്ങണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ജീവനില്ലാത്ത ശരീരത്തിലാണ് പഠിക്കുന്നത്, മൃതശരീരത്തിലാണ് പഠിക്കുന്നത്. അത് ലാബില് തീർച്ചയായിട്ടും അതാർക്കും തള്ളികളയാൻ രസമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവനുള്ള ശരീരത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞുനാളിനെ പോലെ ഓരോ സ്പന്ദനങ്ങളും അറിഞ്ഞ് ഓരോ നാഡീവ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞ് ഒരു ശരീരത്തിന്റെ ശരിക്കും ആ താപനില ശരിക്കും മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതും പരിജ്ഞാനം നേടുന്നതും. അങ്ങനെയാണ്. അപ്പൊ നാഡീ മർമ്മ ചികിത്സയിൽ മെയിനായിട്ട് തപ്ത നാഡികളും പരിശോധിച്ചുള്ള ട്രീറ്റ്മെന്റാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പൾസ് പിടിച്ചു നോക്കുന്നു. ആ പൾസ് നാഡി പിടിച്ചു നോക്കിയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. പക്ഷെ പല ആയുർവേദക്കാരും നാഡി പിടിക്കുന്നതല്ലാതെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, പല സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. ഈ നാഡി പിടിക്കുന്നതല്ലാതെ അവരുടെ രോഗങ്ങൾ എന്നാന്ന് അവർക്ക് പിടികിട്ടുന്നില്ല, അവരുടെ കംപ്ലൈന്റിൽ നിന്ന് പിടികിട്ടുന്നില്ല. അപ്പൊ ശരിക്കും നമ്മൾ നാഡി പിടിക്കുകയും നമ്മുടെ ശ്വാസഗതി രണ്ടാമത്തെ കാര്യമാണ്. നാഡി പിടിക്കുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്വസന പ്രക്രിയ കൃത്യമായിട്ട് ഒരു ശരീരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ എന്താണ് അതിന്റെ കാര്യം? ഈ കോവിഡിന്റെ വാക്സിന് ശേഷം അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞല്ല, ഞാൻ ശരീരം എടുത്തയാളാണ്. പക്ഷെ ഈ കോവിഡിന്റെ വാക്സിന് ശേഷം പല ആളുകളിലും വളരെ പെട്ടെന്ന് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടായി. അത് ചെറുപ്പക്കാരിലുണ്ട്, പ്രായമായവരുണ്ട്. അതെന്താണ് ഇതിന്റെ കാരണം? ശരിക്കും നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഒരു ശ്വാസത്തിൽ ഏറ്റവും കുറഞ്ഞത് 80-85% വായു പിടിച്ചെണ്ണം ഒറ്റ ശ്വാസം വലിക്കുമ്പോൾ. ആ 85% ആ ഒറ്റ ശ്വാസത്തിൽ ഉള്ളിൽ ചെന്നാലേ നമുക്ക് ഒരു 70% ഓക്സിജൻ കയറുള്ളൂ. ഇവിടെ മെയിൻ 5 ഓർഗനുകളുണ്ട്. സൃഷ്ടിയിൽ ഈശ്വരൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ആരും കണ്ടുപിടിച്ചതൊന്നുമല്ല. ഒരു ജീവന്റെ ഉൽപ്പത്തി, ഒരു ജീവന്റെ ആരംഭം എപ്പോ തുടങ്ങുന്നുണ്ടോ അപ്പൊ മുതലേ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പലരും നിരീശ്വരവാദികളാണ്, പക്ഷെ നിരീശ്വരവാദത്തിന് ഒരു അടിസ്ഥാനമില്ല, മനസ്സിലായി? അപ്പൊ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഈ ശ്വാസഗതി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെറും ഈ 3 വെള്ളമാണ് നോക്കുന്നത്. ടെസ്റ്റ് വേണ്ട, സ്കാനിങ് വേണ്ട, ഒരുപാട് പൈസ മുടക്കണ്ട. അപ്പൊ എങ്ങനെ ഒരു മനുഷ്യന്റെ ശ്വാസഗതിയിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും? ഒരു വൈദ്യൻ എങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ആളെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ ശ്വാസഗതി അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാള്, ചെറുപ്രായക്കാരുടെ ഒരാൾക്ക് ആ ശ്വാസഗതിയിൽ ഇത്ര വേരിയേഷൻ ഉണ്ട്, ഇത്ര ശതമാനം ഓക്സിജൻ ആ ശക്തിയിൽ ഉള്ളിൽ ചെല്ലുമെന്ന് ഞങ്ങൾക്കറിയാം. നോക്കി നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല, പേഷ്യന്റ് അറിയാൻ പറ്റില്ല, പേഷ്യന്റിന്റെ കൂടെയുള്ള ആളുകൾക്ക് അതറിയാൻ പറ്റില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതൊക്കെ ആളുകൾ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഒരു ടെസ്റ്റിനും തെളിയിക്കാൻ പറ്റില്ല, മനസ്സിലായില്ല? അപ്പൊ നമുക്കറിയാം ഇയാൾക്ക് ശ്വാസത്തിന് തടസ്സമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇയാൾക്ക് ശരിക്കുള്ള ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ശരീരത്തിലെ ഏത് അവയവത്തിനാണ് പ്രശ്നം നമ്മളവിടെ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ശ്വാസകോശത്തിനാണോ? അല്ലെ ഹാർട്ടിലേക്കുള്ള ഏതെങ്കിലും വാൽവിന്റെ പ്രശ്നമാണോ? അപ്പൊ അങ്ങനെ നമ്മളിവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഇയാളെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം, പുറത്തു വിടണം. അവിടെയാണ് മറ്റുള്ള ആയുർവേദക്കാരും ഞാനും നമ്മൾ വ്യത്യാസം. ഒരുപാട് വ്യത്യാസങ്ങൾ അതിനകത്താണ്. അത് എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ആളാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യും. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിലോട് കൂടി നമുക്കറിയാം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ഇത് നമുക്ക് കയ്യിൽ നിൽക്കില്ലാത്ത കേസാണോ, നമ്മൾ ആ ഒരു സ്റ്റെപ്പിനോടുകൂടി തന്നെ അവരോട് പറയും. അപ്പൊ എനിക്ക് ആ ശ്വാസഗതി നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇയാളുടെ പമ്പിങ്ങിന്റെ വ്യത്യാസം അറിയാം. തീർച്ചയായിട്ടും ഒരു ഹാർട്ട് പേഷ്യന്റിനെ ഒരു ആയുർവേദക്കാരൻ തുടർ ചികിത്സയ്ക്ക് അവനവന്റെ കസ്റ്റഡിയിൽ വെക്കരുത്. ഇത് ലോകം അറിയണം. പലരും പല സത്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ആയുർവേദക്കാരൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും തുറന്നു പറയാൻ ആർക്കും മടിയാണ്. കാരണം വെച്ചാൽ അങ്ങനെ പറയുന്നിടത്തേക്ക് വേഷിട്ടൊടുക്കുകയാണ്.
സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേരെ ആകർഷിച്ചിട്ട് അത് ചെയ്യാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞ് അവർ പൈസ മേടിക്കുന്ന ഒരു സംവിധാനമാണ് മൊത്തത്തിലുള്ളത്. അപ്പൊ അത് നമ്മുടെ വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകുന്നതിന് കഷ്ടമായിട്ട് വരും. സാധാരണക്കാരുടെ പാവപ്പെട്ട ഒരു രോഗിയെ നമ്മളിവിടെ വെച്ച് സമയങ്ങളാണ്. ഞാൻ ഇവിടുന്ന് പല ആളുകളെയും ഞാൻ ശ്വാസകരം നോക്കിയിട്ട് ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾ വളരെ പെട്ടെന്ന് കാർഡിയോളജിയിൽ പോയി കാണണം. അല്ല ഞാനിവിടെ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുമല്ല. ഏത് പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് വന്നാലും ഒരു പന്തികേടെന്ന് എനിക്ക് തോന്നിയാൽ ഒരിക്കലും അവർക്ക് ഉള്ളിൽ മരുന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറാകില്ല. അന്നേരം ഞാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ആയുർവേദക്കാർ മൊത്തം അലോപ്പതിയെ കുറ്റം പറയുന്നവരാണ്, ഇംഗ്ലീഷ് മരുന്നിനെ കുറ്റം പറയുന്നവരാണ്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് മരുന്നിനെ കുറ്റം പറയുന്നത്. കാരണം ടെക്നോളജിയിൽ എപ്പോഴും അവർ തന്നെയാണ് രോഗങ്ങൾ കണ്ടുപിടിക്കാന്, അത് പെട്ടെന്ന് അത് വേഗത്തിൽ ചെയ്യാന് ഇതെല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. അത് ആയുർവേദത്തിലേക്ക് ഞാനിപ്പോ ഒരു ആഴ്ച നമ്മൾ ഉടനെ എവിടെ കൊണ്ടുപോകും വഴി നിൽക്കുന്ന ആൾക്കാർ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാണ്. തീർച്ചയായിട്ടും അവരുടെ ആ പഠനത്തിനും അവരുടെ വാക്കുകളുടെ അറിവിനും എല്ലാം നമ്മൾ അതിൻ്റെതായ ബഹുമാനം കൊടുക്കണം. ഒരു ഡോക്ടർമാർ ഒന്നും പഠിക്കാതല്ല വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വളരെ ചുരുക്കം ചില വ്യാജ ഡോക്ടർമാർ കാണുന്നത്. പക്ഷെ മറ്റുള്ള ആയുർവേദക്കാർ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അലോപ്പതി കുറ്റം പറയുന്നയാളല്ല. തീർച്ചയായിട്ടും ഒരു അത്യാവശ്യമുള്ള ഘട്ടത്തിൽ അങ്ങോട്ട് പക്ഷെ ആയുർവേദക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് മാത്രമേ ആയുർവേദക്കാർ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ അത് പറഞ്ഞോണ്ട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയും വർഷമായിട്ട് വൈദ്യർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഒരു സമൂഹത്തില് ഇപ്പൊ ഒരു ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഈ ചികിത്സ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ ഒരു കൃത്യമായിട്ടൊരു സ്ഥാനമുണ്ടോ? ഉണ്ട്. എന്നുവെച്ചാൽ അയാൾക്ക് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ മറ്റുള്ള ഒരു പ്രൊഫഷനുള്ള ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് അതുപോലെയുള്ള മരുന്നുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്കും അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ പറയുന്ന സമൂഹം ഉണ്ടല്ലോ, വൈദ്യുതി ചെയ്യുന്ന അതേ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു സ്ഥാനമുണ്ടോ സമൂഹത്തിൽ? അത് ഇല്ലാതാക്കുന്നത് ആയുർവേദക്കാർ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പല കുഴപ്പമുണ്ട്. ഒന്നും ഈ ആയുർവേദ സംവിധാനം എന്ന് പറയാൻ പാരമ്പര്യ ചികിത്സക്കാർ ഒരു സെക്ഷൻ, പിന്നെ നമ്മളെ പഠിച്ചിട്ട് ഇറങ്ങുന്ന ഡോക്ടർമാർ വേറെ സെക്ഷൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എവിടെയാണ് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവർ തമ്മിൽ തെളിയ കഴിക്കും. ആയുർവേദം അതെ അതെ അതെ. കാരണം ഇവര് കാരണം ഒരാൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെന്ന് നടിക്കുന്നവരെ ഒരു സെക്ഷൻ വിദ്യാഭ്യാസം കുറഞ്ഞവനെന്നുള്ള ചിന്തയാണ്. പക്ഷെ അങ്ങനെയല്ല. ആ ചിന്തകൾക്ക് മാറ്റം വന്നു. കാരണം പഴയ പാരമ്പര്യമല്ല, പാരമ്പര്യ വൈദ്യമല്ല ഇപ്പോഴത്തെ പാരമ്പര്യം. ടെക്നോളജിയിൽ എവിടം വരെയൊക്കെ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നമ്മളും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അതിനെ അപ്ഡേറ്റ് ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ അല്ല ഇത് ശരിക്കും 2026 ആയിരുന്നു. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ പല പല സംഭവങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ മരുന്നിനെ പുതിയ മരുന്നിനെ കുറിച്ച് പഠിക്കും, നമ്മുടെ മോഡേൺ ടെക്നോളജിയെ കുറിച്ച് പഠിക്കും. അതുപോലെ നമ്മൾക്കിപ്പോ ഒരു കാര്യം ഇവിടെ സാധാരണ ഒരു പാരമ്പര്യ വൈദ്യന്റെ അടുത്തേക്ക് ഒരു സ്കാനിങ്ങിന്റെ ഒരു പേപ്പറോ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത ഒരു കേസോ നോക്കാൻ അറിവുള്ളവരൊന്നും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു എക്സ്റേ നോക്കിയിട്ട് അസ്ഥിരീകരിച്ചാണോ മെയിൻ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു എക്സ്റേ കണ്ടാലോ എക്സ്റേ അത് സത്യമായിരുന്നു. അത് ഫിലിം നുണ പറയുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് കണ്ടാലും അറിയാം. അവിടെ ഇപ്പൊ നട്ടലിന്റെ ഇതാണ് കംപ്ലൈന്റ് ആണെങ്കിൽ അതിന് ഇന്ന കശേരിക്കൽ എൽഫോയിഡ് അത് എവിടെയാണ് ഡിസ്കിന്റെ എവിടെയാണ് കംപ്ലൈന്റ് ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യണത്. അതിന് സ്കാനിംഗ് ഒന്നും വേണ്ട. ഇത് പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു സ്കാനിങ്ങും ഇല്ലെങ്കിലും ഞങ്ങൾ മർമ്മയിച്ച പഠിച്ചിരിക്കുന്നവർക്ക് നട്ടലിൽ കൂടെ വെറുതെ ഈ പെരുവിരലൊന്നും കഴുകി ഓടിച്ച് താഴെ ഡിസ്കിന്റെ അവിടെ വരെ ഓടിച്ചാൽ സ്കാൻ റിപ്പോർട്ടായി അത്രയും നല്ല സ്കാനിങ് റിപ്പോർട്ട് നമ്മള് പറയുമ്പോൾ ഞാനിപ്പോ എന്റെ 16 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. എനിക്കിപ്പോ 63 വയസ്സായി. അപ്പൊ ഈ കാലയളവ് മുഴുവൻ നമ്മള് ഈ രംഗത്ത് തന്നെയാണ്. ഞാൻ കോലഞ്ചേരി പെരുമ്പുഴയ്ക്ക് പുറത്ത് വലിയ അവിടെ നമ്മളൊരു 9 വർഷം ഉണ്ടായിരുന്നു. കരുവണ്ണൂരിലേക്ക് വരാനുള്ള കാരണം അതല്ല, ഞാൻ കരുവണ്ണൂർ 32 വർഷമായിട്ട് താമസക്കാരനാണ്. അന്ന് നമുക്ക് സ്ഥാപനം ഉണ്ടോ?
അന്നും ഉണ്ട്. ഉണ്ട്, നമ്മൾ സാധനം ആ നടത്തുന്നു. ഉണ്ട്. ഉണ്ട്. അന്ന് ഇവിടെയല്ലെന്ന് മാത്രം. വേറെ ലൊക്കേഷൻ നമ്മൾ നടത്തുന്നു. നമ്മുടെ നമ്മുടെ അടുത്ത്. അവിടെയാണ് മാത്രം. നമ്മള് ഈ അതേ കുലത്തൊഴിൽ എന്ന് പറയും. നമ്മള് കുലത്തൊഴിൽ ഒരിക്കലും കളയില്ല. നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മുടെ കൂടെ നമ്മളെപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരായിട്ടും നമ്മുടെ എല്ലാ ഗുരുവായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന കാരണന്മാരാണ് അന്തരീക്ഷക്കാര്. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിപ്പണി ചെയ്യുന്നവനും ഒരു വൈദ്യസംഘടനയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് പിറ്റേ ദിവസം വൈദ്യനായിട്ട് ബോർഡിൽ വെച്ചിരിക്കും. പഞ്ചായത്തിന്റെ ലൈസൻസ് കൊടുക്കും. പഞ്ചായത്തിന് പൈസ കിട്ടി അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ഇവ കഴിഞ്ഞ അത് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തികളെ ഒരു കാലത്ത് എടുത്ത് മോശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇതെല്ലാം ആളുകളും മനസ്സിലാക്കണം. ഈ എത്രമാത്രം വേദന സംഹാരികൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു അത്രയും നമ്മുടെ ശല്യങ്ങളെ അറിയുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള എന്തോരം മരുന്നുകൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അത് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ സസ്യങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് എവിടെയാണ് ഔഷധം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏക്കാതെ വരുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു നാരിമിത്ര എന്ന് പറയുന്ന നമ്മുടെ കേസരയിൽ അപ്പൊ ഇതിനകത്ത് നമ്മളെ കെമിക്കൽ ചേർന്നില്ല. അപ്പൊ ഇതിനകത്ത് നമ്മളെ കെമിക്കൽ ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ വരെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുവാണ്. ആ വെളിച്ചെണ്ണ വരെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. എല്ലാ പച്ചമരുന്നും അന്നേരം അരച്ച് ഇവിടെ നീരെടുക്കുക. പല യൂട്യൂബ് ചാനലുകൾ ഒരു കാട്ട് ആദിവാസികളുടെ ഒരു എണ്ണ ഒരാൾ മുടി വളർത്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് 108 കൂട്ടം പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്നതാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മോശമായ വർത്താനാണ്. നമ്മളൊരു 50 ലിറ്റർ എണ്ണ ഇട്ട് 50 ലിറ്റർ എണ്ണ ഒരുമിച്ച് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതിനകത്തേക്ക് 108 ഔഷധങ്ങളുടെ ഇത് ഇലയോ അല്ലെങ്കിൽ അതിന്റെ മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസോ ചേർത്ത് കഴിഞ്ഞാൽ അത് എവിടെ താങ്ങോ? ആ ചീനിച്ചെടി താങ്ങോ? വളരെ അതിശോക്തിപരമായിട്ടുള്ള ചില കൂട്ടുകളും കാര്യങ്ങളുമാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു ഇടപാട് ആർക്കും നടക്കില്ല. 108 മരുന്ന് കൂട്ടികൾ തല തേക്കാൻ പറ്റുമോ? ശിരസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് അന്നേരം നമ്മൾ പറയുമ്പോൾ നമ്മുടെ തലയെ സംബന്ധിച്ചുള്ള തലയ്ക്കുള്ള ഒരു മരുന്നാണല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ തലയെ സംബന്ധിച്ച് പറയുമ്പോൾ ശരിക്കും ഈ പറയുന്ന വീഡിയോ ഇറക്കിയിരിക്കുന്നവർക്ക് മനുഷ്യന്റെ ശരീരഘടനയെ കുറിച്ചോ ശിരസിനെ കുറിച്ചോ കൃത്യമായി ബോധമില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലായി. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരും ആയിക്കോട്ടെ, എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശിരോധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും ഊഷ്മളമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം ആണായിക്കോട്ടെ വലിയ പെണ്ണുങ്ങളായിക്കോട്ടെ. അപ്പൊ ഈ ലേഡീസ് ആണ് കൂടുതലും നമ്മുടെ തലമുടി വളർത്താനും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു താളി അതുപോലെയുള്ള കാര്യങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ ചെമ്പരത്തി അതുപോലെയുള്ള താളികളൊക്കെ തേക്കുന്നതുകൊണ്ട് സാധാരണഗതിയിലുള്ള മുടി വളർച്ച താരനൊക്കെ ഒഴിവാക്കണം. ഇപ്പം അങ്ങനെയല്ല. മാർക്കറ്റിൽ കിട്ടുന്ന ഷാമ്പു, പിന്നെ 35 വയസ്സിൽ മുകളിലുള്ള ആളുകൾ ഡൈ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം നാച്ചുറൽ ആയിട്ടുള്ള ഡൈ കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കുന്ന 3 ദിവസത്തിൽ കൂടുതൽ ആ സാധനം ഇരിക്കുകയില്ല. അപ്പൊ അങ്ങനെ 3 ദിവസം ഇരിക്കുന്ന ഒരു സംഗതി ഏതെങ്കിലും കമ്പനിക്കാർ ഉത്പാദിപ്പിക്കും. അവർക്ക് കച്ചവടം കിട്ടണ്ടേ? അപ്പൊ അവരെന്ത് ചെയ്യും? അതിനകത്ത് കെമിക്കൽ ചേർക്കും. അതിനകത്ത് പ്രത്യേക ലെവലിൽ എഴുതുന്ന അമോണിയ ഇല്ല. അമോണിയ ഇല്ലാതെ ഒരു ഡൈയും നിലവിൽ ഒരു മാർക്കറ്റിലുമില്ല. ഞാൻ വെല്ലുവിളിക്കാണ് നടക്കുന്ന കേസല്ല. അതെ. അപ്പൊ ഇത് ഉപയോഗിക്കാതെ ആളുകൾക്ക് ഇരിക്കത്തുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാതെ പറ്റില്ല. ഇപ്പം നമ്മള് ഓരോ ദിവസവും ഓരോ ഫംഗ്ഷന് കാര്യങ്ങള് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണമുണ്ട്. ഈ സംഭവം പഠിച്ചാൽ നേരെ ഉപയോഗിക്കും. ക്ലീൻ ആയിട്ട് പോകണം, നല്ല കറുപ്പിച്ച് പോകണം. അപ്പൊ വളരെ പെട്ടെന്ന് 3 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് കറക്കുന്ന ഡൈകളാണ്. അപ്പൊ ആ ഡൈയിൽ എന്തുമാത്രം ശിരോധർമ്മത്തിന് കുഴപ്പങ്ങളുള്ള
ഡൈ ആണെന്ന് ഓർത്തു. അമോണിയൊക്കെ കളവൊക്കെ ഭയങ്കര പക്ഷേ, കൂടുതലായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും ശിരോചർമ്മത്തിലേക്ക് ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങളല്ല നിലവിലുള്ള മാർക്കറ്റിലുള്ള ഇതുപോലത്തെ എണ്ണകളും മരുന്നുകളും എണ്ണകളും നാച്ചുറലായിട്ട് അത് ഇരിക്കൂല. ഇപ്പൊ ഈ ഒരു എണ്ണക്കുപ്പി എടുത്ത് ഇത് കൃത്യമായിട്ട് അറിയണം. ഇത് എത്ര അളവുണ്ട് ഇതിപ്പോ നിലവിൽ? ഇത് എന്തോരം വരുന്നത്? അത് 60 ml, 60 ml. മറ്റത് 200 ml, വലുതാ. ഇത് മറ്റത് 110 ml. ഇത് ഇതിന്റെ ഇലകളൊക്കെ നമ്മൾ എങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇതിപ്പം എണ്ണ ഓയിൽ മാത്രമല്ലല്ലോ, ഓയിൽ മാത്രമല്ല, ഓയിലിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഇതിന്റെ കൂടെ ചേർക്കുന്ന അത്യാവശ്യം ചേരുവകൾ ഞാൻ പറയാം. ഇതിനകത്ത് ചേർക്കുന്നത് ബ്രഹ്മി, ചെറുനെല്ലിക്ക, പാണ്ഡേലിക്കല്ല, ചെറുനെല്ലിക്ക, പാണ്ഡേലിക്കയ്ക്ക് പുളിപ്പ, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഇതിനകത്ത് വനമേഖലയിൽ നിന്നൊക്കെ കിട്ടുന്ന മറയൂർ സൈഡിൽ നിന്നൊക്കെ നമുക്കത് എപ്പോഴും ഏതൊക്കെ ഇപ്പൊ മഴക്കാലമൊക്കെ ആണല്ലോ, മഴക്കാലം കുറഞ്ഞ ഒരു കുഴപ്പമില്ല, സുലഭമായിട്ട് കിട്ടും. അതെന്ന് വെച്ചാൽ ഈ വനമേഖലയിലെ കാലാവസ്ഥ ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പൊ നമുക്ക് ഒരു ചക്കയില്ല, അതിനനുസരിച്ച് ഇഷ്ടം പോലെ. അപ്പൊ അത് ഇത് എവിടെ ഉണ്ടെന്ന് അറിയാവുന്നത് ഈ വൈദ്യന്മാർക്ക് അറിയത്തുള്ളൂ, പൊതുജനങ്ങൾക്ക് അറിയത്തില്ല.